ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു വീഡിയോ 1.1 മില്യൺ വ്യൂസ് കയറിയിട്ടുണ്ടായിരുന്നേ. നമ്മുടെ ഹോസ്റ്റൽ ഫുഡിന്റെ ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നമുക്ക് കുറച്ച് ഒരു 152 സംതിങ് കമന്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ കമന്റ് നമുക്കൊന്ന് റിയാക്ട് ചെയ്യാം. കമന്റ് റിയാക്ഷൻ വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. ഞാൻ ആദ്യമായിട്ടാണ് സ്വന്തം വോയിസിലൊരു വീഡിയോ ചെയ്യുന്നത്. കാരണം ഹോസ്റ്റൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് അധികം അങ്ങനെ ഓൺ വോയിസ് വീഡിയോ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഹോസ്റ്റൽ എപ്പോഴും ആയിരിക്കുമല്ലോ, ബഹളമായിരിക്കുമല്ലോ, നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. മിക്കവാറുള്ളവരൊക്കെ ഔട്ടിങ് കാര്യങ്ങൾക്കൊക്കെ പോയേക്കുവാണ്. ഇവിടെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ കുറച്ച് പേരൊക്കെ നമ്മളൊന്ന് ഒതുക്കി ഇരുത്തിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ 152 സംതിങ് കമന്റ് കയറിയിട്ടുണ്ട്. അതിൽ കുറച്ച് കമന്റ് നമുക്ക് റിയാക്ട് ചെയ്യാം. കുറച്ച് പേര് കുറച്ച് ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതിനൊക്കെ നമുക്കൊരു ആൻസർ ചെയ്യാം അല്ലേ. അപ്പോൾ ഫസ്റ്റ് കമന്റ് നമുക്ക് നോക്കാം. ചിലത് മാത്രമേ വായിക്കുന്നുള്ളൂ കേട്ടോ. എല്ലാം കൂടെ നമുക്ക് പറയണ്ടല്ലോ, കുറച്ച് മാത്രം പറയാം. ഒരു പേരൊന്നുമില്ല കേട്ടോ, യൂസറിനാണ് കൊടുത്തേക്കുന്നത്. നല്ല ഹോസ്റ്റൽ, നല്ല ഫുഡ് കൊടുക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. ശരി, നല്ല ഫുഡ് കൊടുക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കട്ടെ അല്ലേ. അടുത്തത് ജെയ്സൺ ജോസഫ് കേട്ടോ. 7:30 ഫുഡ് കഴിച്ച് കിടക്കുമ്പോൾ വീണ്ടും വിശക്കില്ലേ? ഉറപ്പായിട്ടും വീണ്ടും വിശക്കും. എൻ്റെ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നവർക്ക് അറിയായിരിക്കും. പിന്നീട് ഞാൻ രാത്രിയായി ഒരു 12 മണി 12:30 ഒക്കെ ആകുമ്പോൾ ഞങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കാറുണ്ട്. പിന്നെ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഓർഡർ ചെയ്യാറുണ്ട്. അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ. വിശക്കാറുണ്ട്, അതെല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം ഞാൻ വീട്ടിൽ ഫുഡ് കഴിക്കുന്നത് ഒരു 11 മണി ആ ഒരു ടൈമിലൊക്കെ ആയിരിക്കും. അപ്പോൾ എനിക്ക് എന്തായാലും വിശക്കും. അടുത്തത്, ഇത്രയും നല്ല ഹോസ്റ്റൽ ഫുഡ് സ്വപ്നങ്ങളിൽ മാത്രം. അത് പറഞ്ഞേക്കുന്നത് രചന അനിലാണേ. അപ്പോൾ ഗൈസ്, അടുത്തത് വന്നേക്കുന്നത് വിഷ്ണു ശിവ എന്ന് പറഞ്ഞൊരു കമന്റ് ആണ് കേട്ടോ. ഈ കമന്റ് കൂടുതലും വന്നിട്ടുണ്ട്, ഇങ്ങനെ ഒരു കമന്റ്. അപ്പോൾ നമുക്ക് ഈ കമന്റ് വായിക്കാം. ഇങ്ങനെ കൈവെച്ചെടുക്കാതെ സ്പൂൺ ഗ്ലൗസ് എന്തെങ്കിലും യൂസ് ചെയ്തൂടെ? ഇവിടെ എപ്പോഴും മോസ്റ്റ്ലി നമുക്ക് ഗ്ലൗസ് ഇട്ടിട്ടാണ് എടുത്തു തരാറ്, അല്ലെങ്കിൽ സ്പൂണല്ല നമ്മൾ ഗ്ലൗസ് ഇട്ടിട്ടാണ് എടുത്തു തരാറുള്ളത്. അന്ന് എന്തോ ഒരു കാര്യത്തിന്റെ പുറത്ത് അന്ന് അവരിട്ടിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി എന്തെങ്കിലും അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഈ ഒരു വീഡിയോയിൽ കുറേ ഇങ്ങനത്തെ കമൻറ്റ് വന്നിട്ടുണ്ട്. ഗ്ലൗസ്, സ്പൂൺ, അൺഹൈജീനിക് ഹാൻഡ്സ് എന്നൊക്കെ പറഞ്ഞ് കുറേ വന്നിട്ടുണ്ട്. ശരിയാണ്, നമ്മൾ വീട്ടിലെടുക്കുന്ന കൂട്ടല്ലല്ലോ ഇവിടെ. ഓക്കെ, അടുത്തത് ചിക്കൻ കറിയിൽ മഴ പെയ്തോ ഭയങ്കര വെള്ളപ്പൊക്കം. അത് പറഞ്ഞിരിക്കുന്നത് കണ്ണൻ ചന്ദ്രബോസ് ഒക്കെ. ഓക്കെ, അടുത്ത പിന്നെ വന്നിട്ടുണ്ട് യൂസറാണ്, പേരില്ല. ഇടിയപ്പം, കേക്ക് ഇതൊക്കെ സെർവ് ചെയ്യുമ്പോൾ സ്പൂണൊക്കെ ഉപയോഗിക്കാമല്ലോ. പിന്നെ ചോദിച്ചേക്കുന്നത് അജിത KS. ഇത് ഏത് ഹോസ്റ്റൽ? ഞാൻ പഠിക്കുന്നത് തമിഴ്നാടാണ് കേട്ടോ. അപ്പോൾ ഇത് കേരള അല്ല, തമിഴ്നാടാണ്. ഡോക്ടർ അലൻ ജയലാൽ, ഓരോ പ്രാവശ്യം ഓരോ പ്ലേറ്റ് ആണല്ലോ. ഞങ്ങളുടെ ഹോസ്റ്റലിൽ പ്ലേറ്റ് മാറ്റി എടുത്താലേ ചീത്തവിളി ഉറപ്പാണ്. നമുക്ക് അങ്ങനല്ല, ഞങ്ങളുടെ കയ്യിൽ തന്നെ നമ്മുടെ പ്ലേറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ഫ്രണ്ട്സിന് പ്ലേറ്റ് എടുത്തിട്ടായിരിക്കും ചിലപ്പോൾ പോകാറുള്ളത്. ചിലപ്പോൾ എൻ്റെ പ്ലേറ്റ് ആയിരിക്കും. അങ്ങനെയൊക്കെ നമ്മൾ മാറി അങ്ങനെയൊക്കെയാണ് കേട്ടോ. അടുത്തത് അർഷിത നസ്രി. ഇത് എവിടെയാ, ഏത് കോഴ്സാണ്? ഞാൻ പഠിക്കുന്നത് തമിഴ്നാടാണ്. എൻ്റെ കോഴ്സ് BSc OT ആൻഡ് AT ആണ് കേട്ടോ. അലൈഡ് ഹെൽത്ത് സയൻസ്, അല്ലെ പാരാമെഡിക്കൽ കോഴ്സ്, അങ്ങനെയൊക്കെ പറയാം. പിന്നെ കുറച്ച് കുട്ടികൾ ഇൻസ്റ്റയിൽ വന്ന് മെസ്സേജ് അയക്കുന്നുണ്ട്, കോഴ്സിൻ്റെ കാര്യം, കോളേജിൻ്റെ കാര്യം, അഡ്മിഷൻ്റെ കേസസിനൊക്കെ ആയിട്ട്. അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. ഞാൻ പറഞ്ഞു തരാവേ എങ്ങനെയാണെന്ന്. അടുത്തത്, ചേച്ചി ഹോസ്റ്റലിലെ എല്ലാ ഫുഡും അൺലിമിറ്റഡ് ആണോ? അതിനൊരു കൃത്യമായിട്ടൊരു ആൻസർ പറയാൻ വേണ്ടി പറ്റില്ല. ചില സമയത്ത് അങ്ങനെ ആയിരിക്കും, ചില സമയത്ത് വേറെ രീതിയായിരിക്കും. നമുക്ക് കൃത്യമായിട്ടൊരു ആൻസർ പറയാൻ പറ്റില്ല, അവരുടെ മൂഡ് അനുസരിച്ചിരിക്കും. അപ്പോൾ അടുത്തത് അനു എന്ന് പറഞ്ഞ ഒരാളാണ് കമന്റ് ചെയ്തേക്കുന്നത്. ഇതും കുറേ ക്വസ്റ്റ്യൻസ് ഇതിന് റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് വായിക്കാം. നിങ്ങൾക്ക് മന്ത്ലി ഫീസ് എത്രയാണ് വരുന്നത്? ഇപ്പോൾ ഓരോ കോഴ്സ് അനുസരിച്ചിട്ടായിരിക്കും മന്ത്ലി ഫീസ് വരുന്നത്. ഇവിടെ എന്ന് വെച്ചാൽ കുറേ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഓരോ ഫീസ് ആയിരിക്കും വരുന്നത് കേട്ടോ. അപ്പം എനിക്കൊരു കറക്റ്റ് ഫീസ് ഞാൻ പറയുന്നില്ല, ഒരു 70-80 സംതിങ് ആണ് കേട്ടോ. 70ക്കും 80ക്കും ഇടയിലാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, അടുത്തൊരു കമന്റ് വായിച്ചിട്ട് സത്യം പറയാൻ കളിയൊക്കെ ചോദിച്ചതാണോ അതോ ഇനിയും സീരിയസ് ആയിട്ട് ചോദിച്ചാണോ എന്ന് എനിക്കറിയത്തില്ല. എനിക്കാണെങ്കിൽ ചിലപ്പോൾ സീരിയസ് ആയിട്ട് ചോദിച്ചായിരിക്കും. രാത്രിയിൽ റൂമിലെ കാര്യങ്ങൾ സേഫ് ആണോ? ആരെങ്കിലും വാതിൽ മുട്ടാറുണ്ടോ? സൂരജാണ് ചോദിച്ചിരിക്കുന്നത്. രാത്രി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ശരിക്കും സേഫ് ആണ്. രാത്രി നമുക്ക് എങ്ങും പോകാനോ രാത്രിയിൽ ആരെങ്കിലും ഇങ്ങോട്ട് വരാനോ അങ്ങനെ ഒന്നും പറ്റത്തില്ല. നമ്മളെ റൂമിൽ ആരും വരാറും ഇല്ല, അങ്ങനൊന്നുമില്ല. ഒന്നുകൊണ്ടും പേടിക്കേണ്ട, നമ്മൾ സേഫാണ്. അടുത്തത്, എല്ലാവരും ഏത് ഹോസ്റ്റലാ, ഏത് കോളേജാന്നൊക്കെ ചോദിക്കുന്നത് കേട്ടോ. കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ട്. എൽസ ഇൻ ലൈവ്. കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു, കോഴ്സിൻ്റെ പേര് ഞാൻ പറഞ്ഞു. എന്തെങ്കിലും ഇപ്പം അഡ്മിഷൻ്റെ കേസസിന് കുറേ പേര് എനിക്ക് ഇൻസ്റ്റയിൽ കുറച്ച് കുട്ടികൾ, കുറേ പേരല്ല കേട്ടോ, കുറച്ച് കുട്ടികൾ എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ അവരാണെങ്കിൽ ചോദിച്ചാൽ മതി അഡ്മിഷൻ്റെ കാര്യം, ഞാൻ പറഞ്ഞുതരാം കേട്ടോ എങ്ങനെയാണെന്ന്.
അടുത്തത് സത്യം പറഞ്ഞാൽ ഈ കമൻറ്റ് കണ്ടപ്പോൾ എനിക്കിത് വായിക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ എടുത്തത്. എല്ലാ അവളുമാർക്കും തിന്നാൻ നന്നായിട്ട് അറിയാം, ഉണ്ടാക്കാൻ ഒരു ഉണ്ടയും അറിയില്ല. ഒരു യൂസറാണ് കേട്ടോ, പേരൊന്നുമില്ല. ഇനി ഞാൻ ഈ വായിക്കുന്ന കമൻ്റൊക്കെ ശരിക്കും വന്നതാണോ എന്നുള്ള ഡൗട്ടുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? തിരിഞ്ഞായിരിക്കുമല്ലേ വരുന്നത്. അപ്പോൾ എല്ലാ അവളുമാർക്കും തിന്നാൻ നന്നായിട്ട് അറിയാം, ഉണ്ടാക്കാൻ ഒരു ഉണ്ടയും അറിയില്ല. ഒന്നും പറയാനില്ല അതിലൊക്കെ. ഇടിയപ്പം ഓക്കെ, ബട്ട് സർവിങ് മെത്തേഡ് നോട്ട് ഗുഡ്. ഓക്കെ. ചേച്ചി എവിടെയാ പഠിക്കുന്നത്? നില ഗോവിന്ദ് ചോദിച്ചിട്ടുണ്ട്. ഞാൻ തമിഴ്നാടാണ് പഠിക്കുന്നത്. അടുത്തൊരു പാർവതി വിമലാണ് കേട്ടോ. പാർവതി വിമൽ ചോദിച്ചിരിക്കുന്നത് ഉച്ചയ്ക്ക് നല്ല സംഭാരം തരാറുണ്ട്. ഞാനന്ന് എടുത്തിട്ടില്ല കേട്ടോ. ഞാൻ എടുത്ത വീഡിയോസിലൊന്നും ഉച്ചയ്ക്ക് ലഞ്ചിൻ്റെ കൂടെ സംഭാരം എടുത്തിട്ടില്ല. നമുക്ക് തരാറുണ്ട് കേട്ടോ. ഞാൻ പണ്ട് വന്ന ടൈമിൽ കുടിക്കാറുണ്ടായിരുന്നു. ഇപ്പം കുറേ നാളായി കേട്ടോ. ഇപ്പം ഞാൻ അങ്ങനെ കുടിക്കാറില്ല. ഹോസ്റ്റൽ ഫീസ് ഹൗ മച്ച് ചേച്ചി? ഞാൻ പറഞ്ഞായിരുന്നല്ലോ, 70ക്കും 80ക്കും ഇടയിലാണ് കേട്ടോ ഹോസ്റ്റൽ ഫീസ് വരുന്നത്. പിന്നെ ഗായത്രി ഗായൂസ് ചോദിച്ചിട്ടുണ്ട്, ബ്രേസസ് ജേണിയുടെ ഒരു വീഡിയോ ഇടുവോ, തൻ്റെ ചേഞ്ചസ്? അത് ഇടാം കേട്ടോ. ഞാൻ വീട്ടിലൊക്കെ പോയിട്ട് ഇടാം. ഇനിയിപ്പം ഓണത്തിൻ്റെ വെക്കേഷനും കാര്യമൊക്കെ വരുന്നുണ്ടായിരുന്നേ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കും അറിയിക്കുക കേട്ടോ. അപ്പോൾ നാളെ ഇനി പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ.